ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടിപൊളി ഹൊറർ മൂവി കൊണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. സിനിമയുടെ പേര് ടിറ്റിസാൻ സെത്താൻ. നമുക്ക് നേരെ സിനിമയിലേക്ക് പോവാം. മണ്ണേലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കണ്ടു തന്നെ അറിയാം. പിന്നെ എന്നും പറയുന്നത് തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തരിക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിനിമയെ കാണാം. എൻ്റെ പേര് സാൻഡി. വെൽക്കം ടു സിനിമയുടെ തുടക്കം നമ്മെ കാണിക്കുകയാണ് ഒരു വീട്. ആ വീടിനകത്ത് ഒരമ്മ കുഞ്ഞിനെ ഉറക്കുവാണ്, പാട്ടൊക്കെ പാടിയാണ് ഉറക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ടിറ്റിസാൻ സെത്താൻ. പിന്നെ നമ്മളെ കാണിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നായികയായ മെലീസ ഉറക്കമെണിച്ച് വരുവാണ്. മെലീസയ്ക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല, ആകെയുള്ളത് ഒരു മുത്തശ്ശി മാത്രമാട്ടോ. മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ആളെ വിളിക്കുവാണ്. രണ്ടുപേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കോൾ വരുവാണ്. ചെല്ലുന്നു. അറ്റൻഡ് ചെയ്യുമ്പം തൻ്റെ ബോയ് ഫ്രണ്ടാണ് ബോറ. ബോറ ചോദിക്കുകയാണ്, വീക്കെൻഡ് അല്ലേ, എന്താ പരിപാടി? നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? ബീച്ചിലോ? മുത്തശ്ശി വിടുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നീ ബീച്ചിലാന്ന് പറയണ്ടാന്നേ, നമുക്ക് ഗാബിയുടെ മുത്തശ്ശി സുഖമില്ലാണ്ട് ഇരിക്കുമല്ലേ, പുള്ളിക്കാരനെ കാണാൻ പോവാന്ന് പറഞ്ഞ് പോവാം. ഞാൻ ഗാബിനെ വിളിക്കാം, അവൾ നേരിട്ട് മുത്തശ്ശിനെ വിളിച്ചോളും. അപ്പം എന്തായാലും മുത്തശ്ശി വിടുന്ന് പറയാണ്. പറഞ്ഞ പ്രകാരം ഗാബി മുത്തശ്ശിനെ വിളിക്കുന്നു. പോകാനുള്ള അനുവാദം കിട്ടുവാണ്. അപ്പം നമ്മുടെ ബോറ വരുന്നു. ബോറ ഫ്രണ്ടാന്ന് മുത്തശ്ശിക്ക് അറിയാട്ടോ. ബോറ വരുന്നു, നമ്മുടെ മെലീസിനെ കൊണ്ട് പോവുകയാണ്. അവരാ പോകുന്ന സമയത്ത് നമ്മളെ കാണിക്കുകയാണ് മുറ്റത്തെ ഊഞ്ഞാലിൽ ഒരു ഭീകര രൂപം ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് രണ്ടുപേരും ബീച്ചിലേക്ക് പോകുന്നു. കുറേ നല്ല നല്ല നിമിഷങ്ങൾ അവിടെ എത്തുന്നു. ഒരുപാട് നേരം കളി, ചിരി, വർത്താനം, സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഏതാണ്ട് വൈകുന്നേരമായി. ബോറോട് പറയാണ് മെലീസ, ബോറ സമയം പോണു, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയാണ്. പോവാം, അതിനു മുന്നേ ഞങ്ങളുടെ ഒരു വില്ല ഇവിടെ ഉണ്ട്. ഡാഡി വിളിച്ചായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ വില്ലയിലൊന്ന് പോകണം, ഒന്ന് നോക്കാൻ പറഞ്ഞു. കുറേ നാളായി ആരും ഇങ്ങോട്ട് പോകുന്നില്ല. ആ കെയർടേക്കർ അവിടെ എന്താക്കി വച്ചിട്ടുണ്ടോയെന്ന് ആർക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴി അവിടെ കൂടി കയറിയിട്ട് പോകാമെന്ന് പറയുകയാണ്. ഒരുപാട് വൈകുമോ, മുത്തശ്ശി വിഷമിക്കുന്നു പറയാണ്. വൈകില്ല, ജസ്റ്റ് കയറുക, ലൈറ്റ്സ് ഒക്കെ ഇടുന്നത് നോക്കുക, അതിനുശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ്. നമ്മളെ കാണിക്കുകയാണ് അവരാ പോകുന്ന സമയത്തും അവരാരോ നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവരാ വീട്ടിലേക്ക് പോകുന്നതാണ്. സമയം രാത്രി ആയിട്ടോ, തൊട്ടടുത്തൊന്നുമല്ല, കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നു. മെലിസ് ചൂടാകുവാണ്. നീ അടുത്താന്നല്ലേ പറഞ്ഞേ, രാത്രിയായി കണ്ടോ, ഞാൻ മുത്തശ്ശിയോട് എന്ത് പറയും? ഇല്ല, നമുക്ക് ഇപ്പം തന്നെ പോവാം, ഞാനൊന്ന് പോയി ലൈറ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞ് ആളകത്തേക്ക് പോകുന്നു. ലൈറ്റെല്ലാം ഇട്ടിട്ട് പുറത്തേക്ക് വരുവാണ്. ലൈറ്റെല്ലാം ഇട്ടില്ലേ, എല്ലാം കണ്ടില്ലേ, നമുക്ക് പോയാലോ? ലൈറ്റ് ഓൺ ആക്കിയുള്ളൂ, ഞാൻ ആ റൂംസ് ഒന്ന് നോക്കട്ടെ, നീ വാ അകത്ത് കയറി ഇരിക്കുക, എന്തിനാ ടെൻഷൻ, ഇപ്പം തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മെലിസിക്ക് നല്ല ടെൻഷനുണ്ട്. അവളവിടെ ഇരുത്തുന്നു. ഞാൻ ഇപ്പോൾ വരാം, ഓടിച്ചിട്ട് നോക്കിയിട്ട് വേഗം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആളകത്തേക്ക് പോവുകയാണ്. ഈ ഒരു സമയം നമ്മളെ പുറത്ത് കാണിക്കുകയാണ്. ആ കാറിൻ്റെ ബോണറ്റ് പൊക്കിയിട്ട് അതിൽ വയറൊരെണ്ണം ആരോ കട്ട് ചെയ്യുകയാണ്. ആര്, എന്തിന്, ഒന്നും നമുക്ക് അറിയില്ല. പിന്നെ കാണിക്കുകയാണ് എല്ലാം നോക്കിയിട്ട് വന്നു, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. വരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ പറ്റുന്നില്ല. കുറേ നേരം നോക്കി, അത് തുറന്നു നോക്കിയിട്ട് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ കെയർടേക്കറെ വിളിക്കുവാണ്. നിങ്ങളെവിടെ മെക്കാനിക്കൽ വല്ലതും കിട്ടുമോ ചോദിക്കുകയാണ്. സാറേ ഇല്ല, നാളെ രാവിലെ ആവുമെന്ന് അവിടുന്ന് മറുപടിയും പറയുകയാണ്. സംഭവം കേട്ടത് മെലിസയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്നിങ്ങോട്ട് വരണ്ടാന്നുള്ള കാര്യം, ഞാൻ മുത്തശ്ശിയോട് എന്ത് പറയും, നാളെ രാവിലെയാണ് ഇനി വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ്. നീ ടെൻഷൻ അടിക്കില്ലേ, നമ്മൾ ഗാബിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞല്ലേ വന്നേക്കണത്, ആ വീട്ടിൽ വെച്ചിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയെന്ന് പറ, ഇന്നൊരു ദിവസം അവിടെ നിൽക്കുന്നതെന്നും പറ, പ്രശ്നമൊന്നും ഇല്ലാതെ പറയുകയാണ്. അപ്പോൾ എന്തായാലും വേറെ വഴിയില്ല, ഇന്ന് രാത്രി ഇവിടെ നിന്നേ പറ്റൂ. രണ്ടുപേരും അകത്തേക്ക് കയറുവാണ്. നിനക്ക് റൂം കാണിച്ചു തരാം, അത് മുകളിലാണെന്ന് പറഞ്ഞ് നമ്മുടെ മെലീസിനെ കൊണ്ട് ബോറ അവരുടെ മുകളിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ചെല്ലുന്നു. മെലീസയുടെ മുഖം തെളിഞ്ഞിട്ടേ ഇല്ല, ആകെ വിഷമവും ടെൻഷനും ഒക്കെയാണ്. എന്താ നിനക്ക് പറ്റിയേ? നമുക്ക് എന്തായാലും ഇന്ന് പോകാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പൂളിലേക്ക് ഇറങ്ങിയാലോ, കുറച്ച് റിഫ്രഷൊക്കെ ആയിരിക്കും, നീ വരുന്നത് ചോദിക്കുകയാണ്. ഞാൻ വരാമെന്ന് പറയുകയാണ്, നീ ചെല്ല്. ശരി, ഞാൻ പുറത്തുണ്ടാവും, നീ റെഡി ആയിട്ട് വരാൻ പറഞ്ഞിട്ട് അവനങ്ങ് പോവുകയാണ്. നമ്മളെ കാണിക്കുകയാണ് ആൾ ചെല്ലുന്നത് ആളുടെ ഒരു റൂമിലേക്കാണ്. ആ റൂമിലേക്ക് കയറുന്നതും അത്ര ശരിയല്ല. എന്താ പറയുക, ചുമരിലായിട്ട് കുറേ ചേച്ചിമാരുടെ വശപ്പശക്ക് ഫോട്ടോസൊക്കെ ഉണ്ട് ഇച്ചിരി. അതിനുശേഷം ആൾ ലാപ്ടോപ്പ് തുറന്നു കഴിയുമ്പോൾ നമ്മളെ കാണിക്കുകയാണ് CCTV ക്യാമറ, അതും മെലീസ കിടക്കുന്ന റൂമിലെ. അവൻ ആ ഒരു സ്ക്രീൻ നോക്കിയിരിക്കുന്ന സമയത്താണ് ഒരു കോള് വരുന്നത്. അപ്പോൾ കോള് വന്നിരിക്കുന്നത് ഗാബിയുടെയാണ്. എടാ എവിടെയാ നീ, അവളെ കൊണ്ട് എങ്ങനെ പോയേക്കണത്? എങ്ങോട്ട് പോകാൻ? എൻ്റെ സ്ഥിര സ്ഥലത്തോ? എന്താടാ, അവളെങ്കിലും എനിക്ക് വെറുതെ ഇടായിരുന്നില്ലേ? നീ പോയേ, ഫോൺ വെച്ചേ, ഞാൻ ഇത്തിരി തിരക്കാന്ന് വെച്ചിട്ട് ആൾ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ആൾ ശരിയല്ല, എന്തോ ദുരുദ്ദേശം വെച്ചിട്ടാണ് മെലീസിനെ കൊണ്ടുവന്നേക്കുന്നത്. എന്താ നമുക്ക് നോക്കാം. ഈ സമയം അപ്പറേ പൂളിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുവാണ് നമ്മുടെ മെലീസ. ആ ഒരു സമയത്ത് ആ ഒരു കർട്ടൻ മാറ്റുന്ന ആ ഒരു വൃത്തികെട്ട കൈ നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ ആരോ പുറകിലുള്ളവർ നമ്മുടെ മെലീസയ്ക്കും തോന്നുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, പക്ഷെ പേടിയായിട്ട് വേഗം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്.
പിന്നെ കാണിക്കാണ്ട് രണ്ടുപേരും ആ പൂളിൻ്റെ കരക്കോടെ നടക്കുന്നു, തമാശയൊക്കെ പറഞ്ഞ്. അതിനിടയ്ക്ക് അവൻ തല താഴത്തേക്ക് ഇടുന്നു, അവളും താഴത്തേക്ക് വീടുന്നു. രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കുവാണ്. ഈ സമയത്തെല്ലാം ആ ഒരു കുളത്തിൽ ഒരാളും കൂടി കൊണ്ട് നമ്മളെ കാണിക്കുകയാണ് ആ വൃത്തികെട്ട കൈ. അപ്പം നമ്മുടെ ബോറ മുങ്ങുന്നു. അപ്പോൾ ഇവരുടെ കാലിലായിട്ട് ആരോ പിടിക്കുന്നതിലൊക്കെ തോന്നുവാണ്. അപ്പോൾ ബോറ എന്ന് വിചാരിച്ചിട്ട് ബോറ അനങ്ങാതിരി ഇക്കിരിയാവുമെന്ന് പറയാണ്. പക്ഷേ ബോറ ആയിരുന്നില്ല, ആ ഒരു കൈകളായിരുന്നു. നമ്മളെ കാണിക്കുന്നുണ്ട് അങ്ങ് ദൂരെയായിട്ട് പൊങ്ങി എഴുന്നേൽക്കുന്ന ബോറേനെ. ബോറയല്ല നമുക്ക് മനസ്സിലായി. ആ ഒരു മനസ്സിലായ നിമിഷം തന്നെ ആ കൈകൾ ഇവിടെ വലിച്ചുകൊണ്ട് പോവാണ് താഴത്തേക്ക്. അപ്പോൾ അവളിങ്ങനെ എന്താ പറയുക അലറി കരയുന്നുണ്ട്. വേഗത്തിന് ബോറ വരുന്നു, അവളെ പിടിച്ചു പൊക്കുന്നു. എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് കരയിലേക്ക് ആക്കുവാണ്. അപ്പോൾ ആൾ ആകെ പേടിച്ചിരിക്കുവാണ്. ഒരു കൈ എന്തോ വന്ന് തന്നെ വലിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് തോന്നിയതാവെന്ന് പറഞ്ഞ് ആളെ തിരിച്ച് റൂമിലേക്ക് ആക്കുകയാണ്. മെലീസ നല്ല പേടിയിലും ടെൻഷനിലുമാണ്. അപ്പോൾ ബോറ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കുന്നു. അതിനുശേഷം അടുത്തിരിക്കുവാണ്. എന്താ പറ്റിയേ, വിഷമിക്കല്ലേ, ഒന്നുമില്ല, തനിക്ക് തോന്നുന്നതായിരിക്കും. മുത്തശ്ശി ചീത്ത പോലെ ടെൻഷനും കൊണ്ട് എന്തെങ്കിലും താൻ മനസ്സിൽ തന്നെ ചിന്തിച്ച് കൂട്ടുന്നതാണ്, അല്ലാതെ ഇവിടെ ഒന്നുമില്ല. തൽക്കാലം സമാധാനമായിട്ട് ഉറങ്ങുക, നമുക്ക് നാളെ നേരം വെളുക്കുമ്പോൾ തിരിച്ച് പോവാം, അന്നേരം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ ഒരു സമയത്താണ് പുറത്ത് മുട്ട് കേൾക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലുവാണ്. ശക്തമായ മുട്ട്, കറണ്ട് ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ആ കോളിമല്ലൊന്ന് അടിച്ചാൽ പോരെ, വേണ്ട നമ്മളെ പേടിപ്പിക്കണം. അതിനാണ് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെല്ലുന്നു, വാല് തുറന്നതും ഒരു മുഖം മൂടി, വേറെ ആരുമല്ല നമ്മുടെ ഗാബി ബോയ് ഫ്രണ്ട് വന്നേക്കുവാണ്. അവരെ കണ്ടതും നമ്മുടെ മെലീസയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഒറ്റയ്ക്കായില്ലല്ലോ. അപ്പോൾ വേഗം അങ്ങോട്ട് ചെല്ലുന്നു, അവളുടെ അടുത്ത് ഇരിക്കുവാണ്, വിശേഷമൊക്കെ പറയുന്നു. ബോറോക്ക് നല്ല ദേഷ്യമുണ്ട്, ഈ സ്വർഗത്തിലെ കട്ടുറുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ വന്ന് കയറിയേക്കുവാണ്. അപ്പം ഇവനുണ്ടെന്ന കാര്യം അവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ബോയ് ഫ്രണ്ടും വിളിച്ചുകൊണ്ട് വന്നേക്കടെയാണ് ഈ ഇടയ്ക്ക് കുത്താനായിട്ട്. രണ്ടും കൂടി എൻ്റെ മുത്തശ്ശിയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ എന്താ പരിപാടി, വീട്ടിൽ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാറ് കേടായ കാര്യം നമ്മുടെ മെലീസ പറയാണ്. നടക്കട്ടെ, ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളില്ലേ, ഞങ്ങൾക്കൊന്ന് കുളിക്കണമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ബോറോക്ക് ആകെ ദേഷ്യം, സമ്മതിക്കുന്നില്ല. പുറത്തുനിന്ന് തന്നെ ആരും സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ കുളിക്കാറില്ല എന്ന് പറയാണ്. അങ്ങനെ പറയരുത്, ഞങ്ങൾ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ, അപ്പോൾ എന്ത് വേണോ അത് ചെയ്തു തന്നെ. ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ മുത്തശ്ശിനെ വിളിച്ചോളാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ സമ്മതിച്ചില്ലാന്നുണ്ടെങ്കിൽ മുത്തശ്ശി വിളിച്ച് കാര്യം പറയുന്നത് മനസ്സിലായതും വേറെ വഴിയില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പം രണ്ടുപേരും കുളിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നു. ആകെ ടെൻഷൻ അടിച്ച് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ബോറയുടെ ദേഷ്യത്തിൻ്റെ കാര്യം വേറെയാണ്, അത് മെലീസയ്ക്ക് അറിയില്ല. എന്താ ടെൻഷൻ, അവർ വന്നു കുഴപ്പമില്ല, പോയി കുളിക്കട്ടെ, ഇന്നിപ്പോൾ ഒരു ദിവസം ഇവിടെ നിന്നു വെച്ചാൽ എന്താ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയാണ്. ഏത് നേരത്താണ് അവളോട് സഹായം ചോദിക്കാൻ തോന്നുന്നത്, വേറെ എന്തെങ്കിലും നടപടി നമുക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. വീട് പോട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും കഴിക്കാതിരിക്കുന്നുണ്ടോ നമ്മുടെ മെലീസ് ചോദിക്കുകയാണ്. എനിക്കും വിശക്കുന്നുണ്ട്, അടുക്കളയിൽ എന്തെങ്കിലും കാണുന്നതിന് ചെല്ല്, നോക്ക്, ഉണ്ടാക്ക്, എനിക്കൂടി ഉണ്ടായിക്കോളാൻ പറയാണ്. അപ്പോൾ ചെല്ലുന്നു, എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് തന്നെ ആരോ നോക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്നു, ആരെയും കാണുന്നില്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കുകയാണ്. നീന്തലും കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പം നമ്മുടെ ടീംസ് കാണുവാണ് 2 പ്ലേറ്റിലായിട്ടിരിക്കുന്ന നൂഡിൽസ്. ആഹാ, ഫുഡ് വാ കഴിക്കാമെന്ന് പറഞ്ഞ് ചാടിക്കയറുന്ന് കഴിക്കുവാണ്. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിട്ട് പോയതായിരുന്നു രണ്ടുപേരും. തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച രണ്ടുപേരും ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നതാണ്. ഇതെന്താ, നിങ്ങൾക്കൊന്ന് ചോദിക്കാൻ പാടില്ല, ഒരു മാനേഴ്സ് ഇല്ലേ? ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വെച്ച ഫുഡാ, ആര് വെച്ച ഫുഡായാലും എന്താ, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ, ഇത് ഞങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് കഴിക്കുവാണ്. രണ്ടുപേർക്കും പിടിവിട്ട് നിൽക്കുവാണ്. അവരുടെ ഇരിപ്പും കഴിപ്പും സംസാരം ഒന്നും ബോറാക്ക് ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല അവരിന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തൻ്റെ പ്ലാൻ ഒന്നും നടക്കില്ല എന്നും അവനെന്തോ തോന്നി. അതുകൊണ്ട് തന്നെ കുറച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ അവൻ പോയതും മെലീസ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, കുറച്ചും നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തുവാണ് ഞങ്ങളെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യാതെ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ തപ്പി മെലീസയും പോവുകയാണ്. പോകുന്നു, ഒരു സ്ഥലത്തും കാണുന്നില്ല. ഈ ഒരു സമയം താഴെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഞാൻ പോയിട്ട് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയേക്കാണ് നമ്മുടെ ഗാബി. ചെല്ലുന്നു, ആ ഫ്രിഡ്ജ് തുറന്നിട്ട് സംഭവം എടുത്ത് തിരിഞ്ഞതും മുന്നിലായിട്ട് നിൽക്കുവാണ് ആ ഒരു രൂപം. പേടിച്ച് വരച്ച് കണ്ണും പൊത്തി മൂലയ്ക്ക് ഇരിക്കുവാണ്. ഗാബി എന്ന് വിളിക്കുകയാണ് നമ്മുടെ മെലീസ. നീയായിരുന്നോ, നീ എന്താ വല്ല പ്രാങ്ക് ചെയ്തതാണോ, സത്യം പറഞ്ഞ ഞങ്ങൾ ഓടിക്കാൻ വേണ്ടി നീയല്ലേ വേഷം കെട്ടി വന്ന് ചോദിക്കുകയാണ്. വേഷം കിട്ടാനോ, ഞാനോ, വേഷം കെട്ടുമ്പോൾ നീയല്ലേ, നീ എന്തായി കാണിക്കുന്നത്, എന്തായി പെരുമാറുന്നത് ചോദിക്കുകയാണ്. മിണ്ടണ്ട, എനിക്കറിയാം, പക്ഷെ ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുന്നു പറഞ്ഞ് നമ്മുടെ ഗാബി അങ്ങ് പോവുകയാണ്. ചെല്ലുന്നു, നമ്മുടെ ബോയ് ഫ്രണ്ടിനോട് പറയാണ്, അവളെ എന്നെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയേക്കണു, ഞാൻ അങ്ങനെ പേടിക്കുമോ, അങ്ങനെ ഒന്നും പേടിക്കുന്ന ആളല്ല എന്ന് പറയാണ്. ഈ ഒരു സമയം നമ്മുടെ ബോറോനെ അന്വേഷിച്ച് അവൾ ഇങ്ങനെ നടക്കുവാണ്. ബോറോ ആട്ടോ ആ ഒരു സീക്രട്ട് റൂമിലാട്ടോ. അപ്പോൾ വാതിലിൽ മുട്ടുന്ന അവളെ കാണുന്നുണ്ട്. വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. എന്താ പരിപാടി ചോദിക്കുവാണ്. ഒന്നുമില്ല, ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാടോ, ആകെ ടയേർഡ് വേണോ, അതാ ഇങ്ങോട്ട് പോകുന്നേ, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവർ താഴത്തേക്ക് ചെല്ലുന്നു. രണ്ടുപേരും പോകില്ല എന്ന് മനസ്സിലായതും ഇനി അവർക്ക് കിടക്കണമല്ലോ, നിങ്ങൾ ആ മുകളിൽ ഏതെങ്കിലും മുറി എടുത്തോളാൻ പറയുകയാണ്. അങ്ങനെ ഏതെങ്കിലും റൂം പോരാ, ഞങ്ങൾക്ക് മാസ്റ്റർ ബെഡ്റൂം തന്നെ വേണമെന്ന് ഗാബിക്ക് വാശി. മാസ്റ്റർ ബെഡ്റൂമോ, വേണ്ട, അത് മെലിസയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കണേ, എന്താ ഇത്ര ഒരുക്കാൻ, ഞങ്ങളിന്ന് അവിടെ കിടക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ മുത്തച്ഛനടിച്ച് കാര്യം പറഞ്ഞോളാം. വേറെ വഴിയില്ല, സമ്മതിക്കുന്നു. രണ്ടുപേരും ആ റൂമിലേക്ക് ചെല്ലുവാണ്.
ചെന്നപാടെ ആ മെലീസയുടെ ബാഗ് എടുത്ത് തപ്പുവാട്ടോ. പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. അതിനുശേഷം അവിടുത്തെ മേശ തപ്പുവാണ്. ആ മേശയുടെ നിന്ന് അവർക്ക് ഒരു ഹാൻഡ് കഫും വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. കൊച്ചു കള്ളൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കാളെന്ന് പറഞ്ഞിട്ട് ആ ഹാൻഡ് കഫും എടുക്കുന്നു. നമ്മുടെ മുട്ടയുടെ കയ്യിലിട്ടിട്ട് വെറുതെ അടുത്തിരുന്ന ഓരോരോ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ച്. ആ ഒരു സമയത്ത് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയാണ്. അപ്പം തങ്ങളുടെ റൂമിലേക്ക് വിട്ടതിന് ദേഷ്യം ഉണ്ടാവും. അപ്പം ബോറ ചെയ്താന്ന് വിചാരിച്ചിട്ട് ബോറ മര്യാദയ്ക്ക് ലൈറ്റ്സ് ഓൺ ആക്കുമെന്ന് വിളിച്ച് പറയാണ്. അപ്പം തന്നെ കറണ്ട് വരുന്നു. അങ്ങനെ വേണം. വീണ്ടും അവരിങ്ങനെ കൊച്ചുവർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാബി കാണുന്നത്. മുന്നിലായിട്ട് ആ ഒരു ആത്മാവ് പേടിച്ച് ബാക്കിലേക്ക് പോവുകയാണ്. അലറി വിളിക്കുവാണ്. പ്രാങ്കല്ല, ഇവിടെ എന്തോ ഉണ്ട് നമുക്കോട് നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടാൻ തുടങ്ങുവാണ്. നിൽക്ക് എൻ്റെ കയ്യിൽ കെട്ടഴിക്കുക, നീ എന്നിട്ട് പോകുന്നു പറയുകയാണ്. ഗാബി ചെല്ലുന്നു. ആ ഹാൻഡ് കഫും കഴിക്കുന്നു. അപ്പോൾ കീ നമ്മുടെ മുട്ടയുടെ കയ്യിൽ കേട്ടോ, ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, അവർക്കൊരു പണിയാവുമെന്നും പറഞ്ഞിട്ട് അത് കയ്യിൽ വെക്കുന്നു. രണ്ടുപേരും താഴത്തേക്ക് ചെല്ലുവാണ്. താഴെ സോഫയിൽ ഇരിക്കുവാണ് നമ്മുടെ മെലീസയും ബോറയും. എന്താ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? എങ്ങനെ ഉറങ്ങാനാ? ഈ വീടിന് എന്തോ പ്രശ്നമുണ്ടോ? ഞാനിവിടെ ആത്മാവിനെ കണ്ടു എന്ന് പറയുകയാണ്. ആത്മാവോ? നീയൊക്കെ വന്നപ്പോലെ കൊണ്ടുവന്നതായിരിക്കും, ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് മെലീസ പറയാണ്, അല്ല ആ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടന്നതോ? സ്വിമ്മിംഗ് പൂളിലോ? നീയും കണ്ട ആത്മാവിനെ? അപ്പം നമ്മുടെ ബോറ അടക്കി കയറുവാണ്. നിനക്ക് എന്തിയേ? അതൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറയുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുട്ട. ഒന്നുമില്ല, രണ്ടിനും മുട്ട. ഇവിടെ ആത്മാവ്, പ്രേതം, കുന്തം, എനിക്ക് തോന്നാനുള്ള ഒന്നും ഉണ്ടെന്ന്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ബോറ അങ്ങ് പോവുകയാണ്. ആൾ ചെല്ലുന്നത് ആ ബെഡ്റൂമിലേക്കാണ്. അവിടെ എല്ലാം വലിച്ചവരിട്ടേക്കുമല്ലേ, എല്ലാം എടുത്തിട്ട് തിരിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് വയ്ക്കുവാണ്. ഈ സമയം താഴെ നമ്മുടെ ബോയ് ഫ്രണ്ട് ഒന്ന് മൂത്രം വയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ബാത്റൂമിലേക്ക് പോയേക്കുവാണ്. ചെല്ലുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ കൈയെല്ലാം തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ കാണിക്കുന്നത്. ബാക്കിലായിട്ട് ഒരു രൂപം ഇങ്ങനെ പൊങ്ങി വരുവാണ്. എന്തോ തോന്നിട്ടാവണം ആൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ പോകാൻ തുടങ്ങിയതും അവിടുത്തെ കറണ്ട് എല്ലാം പോവാണ്. ആ ഒരു സമയത്ത് ബാക്കിലായിട്ട് വന്നേക്കുവാണ് ആ ഒരു രൂപം. അത് നമ്മുടെ മുട്ടയും കാണുന്നുണ്ട്. ആൾക്ക് മനസ്സിലായി ഇത് കളിയല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ട്. പേടിച്ച് കുറച്ച് നിൽക്കുവാണ്. ആ ഒരു സമയം തന്നെ ഒരു ഒറ്റയായിട്ട് വെച്ച് കൊടുക്കുകയാണ് മുഖത്തേക്ക്. പിന്നെ ആ മുഖത്ത് പാടുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ്. ഇവിടെ എന്തോ ഉണ്ട്, നീ കുറച്ച് ശരിയാണ്, നമുക്കിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുവാണ്. പ്രേതം കേട്ടതും നമ്മുടെ ബോറയ്ക്ക് ഭയങ്കര ദേഷ്യം. നീയൊക്കെ പോകണമെങ്കിൽ പൊക്കോ, പക്ഷേ എൻ്റെ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് മാത്രം പറയരുതെന്ന് പറഞ്ഞ് രണ്ടിനും നല്ല കിഴുക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെരുമാറ്റമെല്ലാം കണ്ടിട്ട് നമ്മുടെ ഗാബി പറയുന്നുണ്ട്, നീ വെറും സൈക്കോയാ, നിനക്കത് മനസ്സിലായിട്ടില്ല പെണ്ണെന്ന് മെലീസോട് പറയുകയാണ്. നീ എന്താ പറയുന്നത്? ഇവരെന്താണ് പറയുന്നത് ചോദിക്കുകയാണ്. അവരൊന്നും പറയുന്നില്ല. പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ പറഞ്ഞില്ലാന്ന് ഞാനിപ്പോൾ ഇവരുടെ കൂടെ പോകുമെന്ന് പറയുകയാണ്. അപ്പം നീ എൻ്റെ കൂടെ വരാനോ? ഞങ്ങൾ കൊണ്ടുപോയിട്ട് വേണ്ടേ, ഇവിടെ നിന്നോ, അനുഭവിക്കാനുള്ളത് നീ തന്നെ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുവാണ്. രണ്ടിനും നല്ല ദേഷ്യമുണ്ട്. മുത്തശ്ശിയോട് പറഞ്ഞും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടിയിലോട്ട് കയറുന്നത്. അപ്പോൾ അവർ വണ്ടി എടുക്കുന്നു, ഓടിച്ച് പോവുകയാണ്. അപ്പം എന്താ പറയുക, ശ്രദ്ധ തെറ്റിയിട്ടാവണം നമ്മളെ കാണിക്കുന്നുണ്ട്. ആ രൂപം മുന്നിൽ വരുന്നു. അവർ കണ്ടില്ല, ഒരൊറ്റ ഇടി. അപ്പോൾ എന്തിനോ ചെന്ന് ഇടിച്ചെന്ന് മാത്രം മനസ്സിലായി. നമ്മൾ എന്തിനാണ്ട് ഇടിച്ചല്ലോ, എന്താ സംഭവം ചോദിക്കുകയാണ്. എനിക്കറിയില്ല, എന്തിലോ ഇടിച്ചു, ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുട്ട പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ ടോർച്ച് കൊണ്ട് പോകുന്നു. ആ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ്. ആ വണ്ടിക്കകത്തായിട്ട് ഒരു കൈ ഇങ്ങനെ പൊങ്ങി വരുവാണ്. എന്തോ ബാക്കിലുണ്ടെന്ന് തോന്നിയിട്ടാണ് ആളെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കാണുന്നില്ല. വീണ്ടും റിലാക്സ് ആയിട്ട് ചാരിയിരിക്കുവാണ്. ആ ഒരു സമയം തന്നെ രണ്ട് കൈകളൊന്ന് അവളുടെ കഴുത്തിന് പിടിക്കുകയാണ്. നമ്മളെ കാണിക്കുന്നു. ആ വണ്ടി എടുത്ത് ഭയങ്കര കുലുക്കം, അവളുടെ അലർച്ചി. ഈ ഒരു ശബ്ദം കേട്ട് ഓടി വരുവാണ് നമ്മുടെ മുട്ട. വരുമ്പോൾ കാണുന്ന കാഴ്ച മരിച്ചു കിടക്കുന്ന ഗാബി. പേടിച്ച് അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ആ ഓട്ടത്തിൽ എവിടെയോ ചെന്ന് കാലിടിക്കുന്നു. ദേഹം കിടക്കുന്നത് താഴെ. അവരുടെ മരക്കുമ്പുണ്ടായിരുന്നു, അത് കുത്തിക്കേറി ആശാനം മരിക്കുകയാണ്. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ് മെലീസയുടെ റൂമിൽ. അപ്പോൾ രണ്ടുപേരും അവിടെ ഇരിക്കുവാണ്. മെലീസയ്ക്ക് ആകെ സംശയം ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അപ്പം ബോറ ആശ്വസിപ്പിക്കുകയാണ്. ഒന്നുമില്ല, എന്തുണ്ടെന്നാ പറയണേ, എന്തുണ്ടെങ്കിലും ഞാനില്ലേ ഇവിടെ, ഇന്ന് രാത്രി നിന്നെ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞ് അവളോട് ചേർന്നിരിക്കുകയാണ്. നീ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് മസാജ് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞ് ആശ പയ്യെ അങ്ങ് ചെല്ലുവാണ്. കുറച്ച് കഴിഞ്ഞതും ഇത് മാറി തുടങ്ങി. അത് മനസ്സിലായതും ഒരൊറ്റ അടി, പുറത്തേക്ക് പോ, ഞാൻ തന്നെ കിടന്നോളാം, എനിക്കൊരു മസാജും വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആളെ പുറത്തേക്ക് വിടുവാണ്. അപ്പോൾ ഒരു ക്ഷമയൊക്കെ ചോദിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു. ഇവിടെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ഏത് നേരത്താണോ ഇവൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്. നമ്മുടെ ചേട്ടൻ നേരെ ചെല്ലുന്നത് ആ ഒരു എന്താ പറയുക CCTVയുടെ സെറ്റിംഗ്സ് ഒക്കെ ഉള്ള മുറിയിലേക്കാണ്. ചെല്ലുന്നു, ലാപ്ടോപ്പ് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ മെലീസ അവിടെ കിടക്കുന്നവനെ കാണാം. മോൾ ഉറങ്ങല്ലേ? ഉറങ്ങ്, കുറച്ച് കഴിയുമ്പോൾ ചേട്ടായി വരാട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ചേട്ടൻ കുറച്ച് കഴിഞ്ഞതും അവളുടെ മുന്നിലേക്ക് ചെല്ലുന്നു. ആ ഒരു എന്താ പറയുക അലമാരിലായിട്ടൊരു ക്യാമറ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ ആ ഒരു ഹാൻഡ് കഫ് ഉണ്ടല്ലോ, അത് എടുക്കുന്നു, അവളുടെ കൈയൊക്കെ ചേർത്ത് കെട്ടുവാണ്. അതിനുശേഷം അവളോട് മോശമായിട്ട് പെരുമാറാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പം ഇടയ്ക്ക് വെച്ച് അവൾ കണ്ണു തുറക്കുന്നു, തിരിച്ച് അവരെയും അടിക്കുന്നുണ്ട്. അതൊന്നും വകവയ്ക്കാതെ അവൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുവാണ്. ആ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ്. ഒരു കൈ വരുന്നു, ആശാനെ മുടി പിടിച്ച് ഒരൊറ്റയേറ് അങ്ങ് ദൂരെ പോയി കിടക്കുവാണ്. ഒന്നും മനസ്സിലാതെ എഴുതിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ബോറ. ആരാ എന്നെ പിടിച്ച് വലിച്ചത്? അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ മെലീസ കാണുകയാണ് ആ ഒരു ക്യാമറ. എന്തിനാണ് ഞാൻ വച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. എടി ആരും എന്നെ പിടിച്ച് വലിച്ചെറിഞ്ഞു, നീ കണ്ടില്ല ചോദിക്കുകയാണ്.
എൻ്റെ കയ്യിൽ കെട്ടി നീ അഴിക്കുന്നുണ്ടോ, അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറയാണ്. അഴിക്കാം എന്ന് പറഞ്ഞ് അങ്ങ് ചെല്ലുന്നു. മേശയുടെ അകത്തൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ താക്കോല് കിട്ടുന്നില്ല. എങ്ങനെ കിട്ടും? അത് നമ്മുടെ മുട്ട കൊണ്ടായേക്കുമല്ലേ. ആ ഒരു സമയത്താണ് ആ വാതിക്കേന്ന് ആരോ പോകുന്നതായിട്ട് തോന്നിയത്. ഗാബി, ഇത് നിന്റെ പണിയാണ്, നിന്നെ കൊല്ലുന്നു പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. ചെല്ലുന്നു. അപ്പോൾ ഈ ഒരു സമയം അകത്തിരുന്ന് വിളിച്ച് കൂവാട്ടോ, എൻ്റെ കൈയൊന്ന് അഴിച്ചിട്ട് പോടാ നീന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെലീസ. അപ്പം നമ്മൾ പുറത്ത് കാണിക്കുവാണ്. അങ്ങ് ചെല്ലുമ്പം ആരോ പുറം തിരിഞ്ഞ് നിൽക്കുവാണ്. ഒരുപാട് മുടി, അല്ലേലും ഈ പ്രേതത്തിനൊക്കെ നിറച്ച് മുടിയാ. ഇതെന്തായാലും ഗുട്ടൻസിന് മനസ്സിലാവാനില്ല. അപ്പം എന്തായാലും നമ്മുടെ ആശാൻ അങ്ങ് ചെല്ലുന്നു. മാഡം, നിങ്ങൾ ആരാ, എന്താ വേണമെന്ന് വെച്ച് ചെല്ലുന്നു. അപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു കൈ, അത് നമ്മുടെ ബോറെ കാണുന്നുണ്ട്. ആളൊന്ന് ഞെട്ടുന്നുണ്ട്. ആ ഒരു സമയം തന്നെ തിരിഞ്ഞ് നിൽക്കുവാണ്. ആ മുഖം കണ്ടതും അല്ലറി വിളിച്ചുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് ഓടുവാണ്. മെലീസ അവർ പറഞ്ഞത് ശരിയാ, ഇവിടെ ആത്മാവുണ്ട്, പ്രേതമുണ്ട്, ഞാൻ കണ്ടു, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. എങ്ങനെ പോവാനാ, നീ കയ്യിൽ കെട്ടെന്ന് അഴിക്കുക, അതിന് കീ എവിടെ, ഞാൻ ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു മേശയിൽ നോക്കുന്നുണ്ട്. കിട്ടുന്നില്ല. ഇനി ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ഞാൻ പുറത്ത് പോവാം, ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ നോക്കുക, നീ ഇവിടെ ഇരിക്കുന്നു പറയാണ്. ബോറ, പറ്റില്ല, നീ എന്നെ ഉപേക്ഷിച്ച് പോയാൽ സമ്മതിക്കില്ല എന്ന് പറയാണ്. നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയിട്ട് വരാം, സത്യമായിട്ട് വരാമെന്ന് പറയാണ്. ആ സമയം തന്നെ അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയാണ്. അവൻ കാണുവാണ് മുന്നിലായിട്ട് ആ രൂപം. അത് വരുന്നു, അവൻ്റെ കഴുത്തിൽ കുത്തി പിടിക്കുകയാണ്. നമ്മുടെ മെലീസയെ കാണുന്നുണ്ട്. അത് അവനെ വലിച്ചൊരു ഒറ്റ എയർ ആ കട്ടിൽ പോയി കിടക്കുവാണ്. ലൈറ്റ്സ് വരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെപ്പോലും തിരിഞ്ഞു നോക്കാണ്ട് അവിടുന്ന് ഒരൊറ്റ ഓട്ടം പുറത്തേക്ക്. ആ പുറത്തേക്ക് ചെന്നതും ദേ അവിടെ നിൽക്കുവാണ് ആ രൂപം. പേടിച്ച് തിരിഞ്ഞോളാൻ ശ്രമിച്ചതും അവൻ്റെ കാലിൽ പിടിച്ചൊരു ഒറ്റ വലി, തലയും പിടിച്ച് താഴെ വീഴുവാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് ആ രൂപം അവൻ്റെ കാലിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ആ സ്റ്റെപ്പെല്ലാം ഇറങ്ങി അവനിങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പം ആ രക്തപ്പാടിൽ ഇങ്ങനെ നമ്മളെ കാണിക്കുകയാണ്. അകത്ത് മെലീസ ഹാൻഡ് കഫ് അഴിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുക കേട്ടോ. അപ്പം അവസാനം ആ ഒരു സ്ലൈഡും കൊണ്ട് ആൾക്ക് തുറക്കാൻ പറ്റുന്നുണ്ട്. ആഹാ, എന്ത് എളുപ്പമല്ലേ. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ബോറേനെ കാണുന്നില്ല. പക്ഷെ ആ രക്തപ്പാടിൽ അത് നോക്കി ചെല്ലുമ്പം താഴെ കിടക്കുവാണ് ആശാൻ. ചത്തോ ജീവനുണ്ടോ അറിയില്ല. വിളിക്കുവാണ്, പക്ഷെ ആശാൻ എഴുന്നേൽക്കുന്നില്ല. ആ ഒരു സമയം അവൾ കാണുവാണ് ആ റൂമിൽ, ഡയറക്റ്റ് റൂമിൽ ഇരിക്കുന്ന ആ ഒരു ആത്മാവിനെ. അതിനെ കണ്ടതും പേടിച്ച് വരച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങുവാണ്. അപ്പം മുൻവശത്തെ വാതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, തുറക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല. അപ്പോഴത്തേക്കും കസേരയൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന അവിടെ നേരെ പോവാതിരിക്കാനായിട്ട് പേടിച്ച് വേർച്ച് നിരങ്ങി നീങ്ങുവാണ്. ഇനി എന്ത് ചെയ്യണം? അങ്ങനെ ചെല്ലുമ്പോഴാണ് ആ ഒരു നിലത്തിടുന്ന നമ്മുടെ ആശാൻ എഴുന്നേറ്റ് വരുവാണ്. എഴുന്നേറ്റ് നിൽക്കുന്ന ബോർഡിന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി തുടങ്ങുവാണ് നമ്മുടെ മെലീസ. അപ്പോഴത്തേക്കും അവന്റെ ശരീരത്തിലേക്ക് ആ ഒരു ആത്മാവ് കയറുവാണ്. അത് കയറിയതും അവളെ ആക്രമിക്കാനായിട്ട് വരുവാണ്. അവൾ പേടിച്ച് അലറി വിളിച്ച് ഓടിച്ചെന്ന് കയറുന്നത് അവന്റെ ആ മുറിയിലേക്കായിരുന്നു. ഏത് ആ സീക്രട്ട് റൂമില്ലേ, അതിലേക്കാണ്. അവിടെ ചെന്നതും അവൾക്ക് മനസ്സിലാവണം അവന്റെ യഥാർത്ഥ മുഖം. അതായത് ഓരോ CCTV ക്യാമറ ഒക്കെ വെച്ച് ഓരോ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് അവരെല്ലാം നശിപ്പിച്ച് അതിന്റെ വീഡിയോ എടുത്തിട്ട് CD ആക്കി വിതരണം ചെയ്യലാണ് അവരുടെ പരിപാടി. അതെല്ലാം മനസ്സിലായതും ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെലീസ. അപ്പോഴത്തേക്ക് ആ റൂമിലേക്ക് ബോറ കയറി വരുവാണ്. അപ്പോൾ ഇവന്റെ മേലിൽ നിന്ന് ഇപ്പം ആ ഒരു ആത്മാവ് മാറിയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് യഥാർത്ഥ ബോറ തന്നെയാണ്. പക്ഷേ ഇവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കുന്നു. ഇനി ഇവിടെ വച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലാൻ വേണ്ടി ചെല്ലുവാണ്. കുത്തനായിട്ട് കത്തി എടുത്തതും അവൻ്റെ ദേഹത്തേക്ക് വീണ്ടും ആത്മാവ് വരുവാണ്. ആ ഒരു കത്തി സ്വന്തം കഴുത്തിലിട്ട് കുത്തി ഇറക്കുവാണ് അവൻ. മരിച്ച് താഴെ കിടക്കുവാണ് ബോറോ. ആകെ ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ മെലീസ. ആ ഒരു സമയത്താണ് അവളൊരു പാട്ട് കേൾക്കുന്നത്. ആ ഒരു ആത്മാവ് പാടുന്നതാണ്. അത് കേട്ടതും ചെവിയിൽ കൈ പൊത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അവൾക്ക് മനസ്സിലായി ആ പാട്ട് സാധാരണ പാട്ടല്ല, അവളുടെ അമ്മ പാടിയ പാട്ടായിരുന്നു. നമ്മളെ കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക് സിനിമയുടെ തുടക്കം കാണിച്ചില്ലേ, ഒരു സ്ത്രീ താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ആ കുഞ്ഞ് മെലീസയായിരുന്നു. അവളെ കട്ടിലേക്ക് എടുത്തുമ്പം അമ്മ പറയുന്നൊരു വാക്കുണ്ട്, മോളെ, ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും എന്നും നിന്റെ കൂടെ ഉണ്ടാവും, നീ എവിടെയാണെങ്കിലും നിന്നെ ഞാൻ സംരക്ഷിക്കും. ആ ഒരു സമയം മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട്. അന്ന് മെലീസയുടെ കുഞ്ഞിലെ എന്തോ അസുഖം ബാധിച്ച് മരിച്ചതാണ് അവളുടെ അമ്മ. അതിനുശേഷം ഇത്രയും വർഷം അവളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ആത്മാവായിട്ട്. നമ്മളെ കാണിച്ചത് അവൾക്ക് അപകടം തുടങ്ങിയ സമയം മുതലാണെന്ന് മാത്രം. അപ്പം അവളിങ്ങനെ ഇരിക്കുന്നു. അവളുടെ പുറകിലേക്ക് വരുവാണ് ആ അമ്മയുടെ 2 കൈകൾ. ഈ ഒരു സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സിനിമ. ആ സിനിമയിലെ ആ കാറിന്റെ വയറ് കട്ട് ചെയ്യുന്നത് അത് ബോറ തന്നെ ആട്ടോ. പിന്നെ ഇവിടെ കുറേട്ട് വട്ടം കളിപ്പിച്ചത് ഇത്തിരി പണിഷ്മെന്റ് ആവശ്യമുണ്ട്. മുത്തശ്ശിയോട് നുണ പറഞ്ഞിറങ്ങിയതല്ലേ, അതുകൊണ്ട് അവളിട്ട് വട്ടം കറക്കി. പിന്നെ അവന്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നല്ലോ ഇത്തരക്കാരനാണെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അവളെ അത്യാവശ്യം ഇട്ട് വട്ടം കറക്കിയത്. അപ്പൊ എന്തായാലും ഇപ്പൊ ആള് സേഫാണ്. എന്തായാലും ഇതാണ് നമ്മുടെ സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കാം കേട്ടോ. നല്ലൊരു മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.